ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയം, ആ നാട്ടുകാർ അനുഭവിക്കുന്ന സാമ്പത്തിക അസമത്വങ്ങൾ, അവരുപയോഗിക്കുന്ന സമൂഹ മാധ്യമങ്ങൾ, പിന്നെ കുറച്ച് ആനിമേഷൻ കഥാപാത്രങ്ങളും, ഇതെല്ലാം കൂടിച്ചേർന്നാൽ എന്തു സംഭവിക്കും? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പക്ഷേ ലോകത്തെ പല രാജ്യങ്ങളെയും ഞെട്ടിച്ചതാണ്. VPN, ഡാർക്ക് വെബ് തുടങ്ങിയ നെറ്റ്വർക്കുകൾ, ടെലഗ്രാം, ടിക്ടോക്ക്, ഡിസ്കോഡ് തുടങ്ങിയ എൻക്രിപ്റ്റഡ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, പിന്നെ ചില ആനിമേ കഥാപാത്രങ്ങളും അവരുടെ ചിഹ്നങ്ങളും, ഭരണകൂടങ്ങളുടെ അടിത്തറ കൊലുക്കുന്ന ജെൻസി പ്രക്ഷോഭങ്ങളുടെ രീതികൾ ഇങ്ങനെയൊക്കെയാണ്. 2022 മുതൽ ഇങ്ങോട്ട് പല രാജ്യങ്ങളിലും ഇതുവരെ കേൾക്കാത്ത പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. 2022 ശ്രീലങ്കയിൽ പ്രസിഡന്റ് ഗോതബായ രാജപക്സെ പുറത്താക്കപ്പെട്ടു. 2024 ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനക്ക് രാജ്യം വിടേണ്ടി വന്നു. 2025 കഴിഞ്ഞ മാസമാണ് നേപ്പാളിൽ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി പ്രതിഷേധം തുടങ്ങി വെറും 36 മണിക്കൂറിനുള്ളിൽ രാജിവെച്ചത്. ഇക്കഴിഞ്ഞ ദിവസമാണ് ദ്വീപ് രാഷ്ട്രമായ മഡഗാസ്കറിൽ പ്രസിഡന്റ് ആന്ദ്രേ റജോലിന നാടുവിട്ടത്. ഏറെ വർഷങ്ങളുടെ പ്രയത്നഫലമായി 2030 ഫുട്ബോൾ ലോകകപ്പ് തങ്ങളുടെ രാജ്യത്തേക്ക് കൊണ്ടുവന്നതായിരുന്നു മൊറോക്കോ. പക്ഷേ അതിപ്പോൾ സ്വപ്നങ്ങൾക്കും അപ്പുറമായിരിക്കുന്നു. ഇപ്പോഴും സൗത്ത് അമേരിക്കൻ രാജ്യമായ പെറുവിൽ പ്രസിഡന്റിന്റെ ഭാവി അനിശ്ചിതത്വത്തിലാണ്. എല്ലാ രാജ്യങ്ങളിലും ഭരണകൂടത്തിന് ഭീഷണിയാകുന്നത് ആ നാട്ടിലെ യുവാക്കളുടെ പ്രക്ഷോഭം. യുവാക്കൾ തെരുവുകളിൽ നിറയുകയാണ്. ലോകമതിനെ ജെൻസി പ്രക്ഷോഭം എന്ന് വിളിക്കുന്നു. കതറിട്ട് വന്ന് മുന്നിൽ നിന്ന് ഘോരഘോരം പ്രസംഗിക്കുന്ന ഔപചാരികമായ നേതാക്കളില്ല, ഔദ്യോഗിക രാഷ്ട്രീയ പാർട്ടികളില്ല. പ്രത്യക്ഷത്തിൽ വലിയൊരു ജനസഞ്ചയത്തെ ആര് സംഘടിപ്പിക്കുന്നുവെന്നോ ആര് നിയന്ത്രിക്കുന്നുവെന്നോ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷേ യുവാക്കൾ കൂട്ടത്തോടെ രോഷാകുലരായി തെരുവുകൾ കീഴടക്കുന്നു. ഗത്യന്തരമില്ലാതെ ഭരണകൂടത്തിന് അടിയറവ് പറയേണ്ടി വരുന്നു. പ്രക്ഷോഭങ്ങൾ തുടങ്ങാനുള്ള കാരണം പല രാജ്യങ്ങളിലും പലതാണ്. പക്ഷേ ആ കാരണങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥതകളിലേക്കും യുവാക്കൾക്കിടയിൽ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മ അടക്കമുള്ള അടിസ്ഥാന പ്രശ്നങ്ങളിലേക്കുമാണ്. ഈ പ്രശ്നങ്ങളെല്ലാം ഫേസ്ബുക്ക് പേജുകളിൽ ചർച്ചയാകുന്നു, ഇൻസ്റ്റഗ്രാം റീലുകളിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്നു, ഡിസ്കോഡ് സെർവറുകളിൽ ഷെയർ ചെയ്യപ്പെടുന്നു, ടിക്ടോക്ക് വീഡിയോകൾ വ്യാപകമാകുന്നു, സ്നാപ്ചാറ്റിൽ പോലും വിഷയം ഇതുമാത്രം. ഇങ്ങനെ വിവിധ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളാണ് ജെൻസി തലമുറയെ സംഘടിപ്പിക്കുന്നത്. ജെൻസിയെ ഒന്നിപ്പിക്കുന്ന ഡിജിറ്റൽ ലോകം തന്നെയാണ് അവരെ നിയന്ത്രിക്കുന്നതും. പ്രക്ഷോഭകാരികളുടെ ഭാഷ നോക്കിയാൽ അറിയാം ഔദ്യോഗിക ചാനലുകളില്ലാതെ എങ്ങനെ ജെൻസി തലമുറയിൽ വിപ്ലവാസക്തി പ്രചരിപ്പിക്കപ്പെട്ടുവെന്ന്. അവരിതിനെ വിളിക്കുന്നത് മിമാറ്റിക് റവല്യൂഷൻ എന്നാണ്. ജെൻസി പ്രക്ഷോഭങ്ങൾ നടന്ന എല്ലാ രാജ്യങ്ങളിലും ഉയർന്നു കണ്ടത് ഒരേ പതാകകൾ. എല്ലാ യുവാക്കളും ഉയർത്തുന്നത് ഒരേ രൂപത്തിലുള്ള ചിഹ്നങ്ങൾ. അതിലേറ്റവും കൂടുതൽ കാണുന്നത് ഈ പതാകയാണ്. ചുവന്ന വരെയുള്ള മഞ്ഞത്തൊപ്പി ധരിച്ച വലിയ കറുത്ത കണ്ണുകളുള്ള പുഞ്ചിരിക്കുന്ന ഒരു തലയോട്ടിയുടെ ചിത്രം. വൺ പീസ് ജോളി റോജർ, അതാണ് അതിൻ്റെ പേര്. ജപ്പാനിൽ നിന്നും ഉടലെടുത്ത ഗ്രാഫിക് നോവലുകളാണ് മാങ്ക, കോമിക്കുകൾ എന്ന് പറയാം. ലളിതമായി പറഞ്ഞാൽ കാർട്ടൂണുകൾ പോലെ വെള്ളയും കറുപ്പും നിറത്തിൽ ചിത്രകഥകൾ പോലെ വരച്ച സംഭാഷണങ്ങൾ എഴുതി ചേർത്ത ഒരു ജാപ്പനീസ് കല. നിരവധി ജാപ്പനീസ് മങ്ക സീരീസുകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ആനിമേഷൻ സീരീസുകളും സിനിമകളുമുണ്ട്. അതിൽപ്പെട്ട ഒരു മാങ്ക സീരീസാണ് വൺ പീസ്. ഏഷിറോ ഓഡ എന്ന ജാപ്പനീസ് മാങ്ക ആർട്ടിസ്റ്റാണിത് രചിച്ചിട്ടുള്ളത്. ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം കോപ്പികൾ വിറ്റഴിഞ്ഞ, ഏറ്റവും അധികം കോപ്പികൾ പബ്ലിഷ് ചെയ്തതിന് 2 തവണ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ 11 വർഷമായി തുടരുന്ന ബെസ്റ്റ് സെല്ലിംഗ് മാങ്ക, അതാണ് വൺ പീസ്. 500 മില്യൺ കോപ്പികൾ ഇതുവരെ വിറ്റഴിക്കപ്പെട്ടു. 40-ലധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. 140-ലധികം രാജ്യങ്ങളിൽ അഡാപ്റ്റേഷൻ വന്നു. വൺ പീസ് ഒരു കടൽ കൊള്ളക്കാരുടെ കഥയാണ്. മങ്കി ഡി ലൂഫി എന്ന വീരനായകനാണ് വൺ പീസിലെ പ്രധാന കഥാപാത്രം. മങ്കി ഡി ലൂഫിയുടെയും സംഘത്തിൻ്റെയും പ്രധാന വേഷം ഈ പുൽത്തൊപ്പിയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പുൽത്തൊപ്പി അണിഞ്ഞ കടൽ കൊള്ളക്കാർ അഥവാ സ്ട്രോ ഹാറ്റ് പൈറേറ്റ്സ് എന്നും പേരുണ്ട്. കടൽ കൊള്ളക്കാർ കപ്പലുകളിൽ ഉയർത്തിക്കെട്ടുന്ന തലയോട്ടിയുടെ ചിത്രമുള്ള കറുത്ത കൊടിയാണ് ജോളി റോജർ. വൺ പീസ് എന്ന ജപ്പാനീസ് മാങ്ക സീരീസിലെ നായകനും സംഘവും ഉപയോഗിക്കുന്ന കൊടി സ്ട്രോ ഹാറ്റ് പൈറേറ്റ്സിന്റെ ജോളി റോജർ. ഒരു ചിത്രകഥാ പുസ്തകത്തിലെ നായകന്റെ കൊടി ഇപ്പോൾ വിവിധ രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളുടെ പേടി സ്വപ്നമായിരിക്കുന്നു. ഇന്തോനേഷ്യയിൽ, നേപ്പാളിൽ, മൊറോക്കോയിൽ, മഡഗാസ്കറിൽ, പെറുവിൽ, ലോകത്തെ എല്ലായിടത്തും യുവാക്കൾ മങ്കി ഡി ലൂഫിയുടെ കൊടിയുയർത്തുന്നു. കടൽ കൊള്ളക്കാരുടെ രാജാവാവുകയാണ്
വൺ പീസിൽ നായകന്റെ ലക്ഷ്യം അത്യന്തം സ്വാതന്ത്ര്യം നേടുക. ആ കഥയിൽ അഴിമതി നടത്തുന്ന ഗവൺമെന്റിനെതിരായാണ് നായകൻ പോരാടുന്നത്. അടിച്ചമർത്തുന്ന സിസ്റ്റങ്ങളെ എതിർത്ത് സ്വന്തക്കാർക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാകുന്ന നായകൻ. സ്വതന്ത്രമായി ജീവിക്കാനുള്ള ഏറ്റവും ലളിതമായ അവകാശത്തിനു വേണ്ടി പോരാടുന്ന ഒരു പ്രതീകം. ലോക യുവതയ്ക്ക് മങ്കി ഡി ലൂഫി ഒരു കഥാപാത്രം എന്നതിലപ്പുറം ഭരണകൂടത്തോട് പോരാടാൻ പോലും ധൈര്യം നൽകുന്ന പ്രചോദനമായി മാറിയിരിക്കുന്നു. വൺ പീസിലെ ജോളി റോജർ ഒരു ഉദാഹരണം മാത്രമാണ്. മറ്റനേകം മാംഗ കഥാപാത്രങ്ങൾ, അനിമെ നായകന്മാർ ജൻസി പ്രക്ഷോഭങ്ങളിൽ ഉടനീളം കാണുന്നുണ്ട്. ഭാഷയോ ജാതിയോ മതമോ രാജ്യമോ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ആൾക്കൂട്ടത്തെ, യുവതയെ ഈ കാർട്ടൂണുകൾ ഒന്നിപ്പിക്കുകയാണ്. 3 ഘട്ടങ്ങളായാണ് ഈ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നത്. ഒന്നാമതായി, ഏതെങ്കിലും ഒരു ട്രിഗർ രാജ്യത്ത് വൈറലാകുന്നു. ഇമോഷണലായി എല്ലാവരെയും ബാധിക്കുന്ന സിസ്റ്റങ്ങളുടെ ദുർനടപ്പിനെ തുറന്നു കാണിക്കുന്ന ഏതെങ്കിലും വാർത്തകളോ ഫോട്ടോയോ വീഡിയോകളോ ഇങ്ങനെ പ്രചരിക്കുന്നു. പിന്നീട് ഈ ട്രിഗറിന്റെ ഡിജിറ്റൽ ആംപ്ലിഫിക്കേഷൻ സംഭവിക്കുന്നു. ChatGPT, ഗ്രോക്ക്, ഡീപ്സീക്ക് തുടങ്ങിയ AI ടൂളുകൾ ഉപയോഗിച്ച് വ്യാപകമായി കണ്ടന്റുകൾ ഉണ്ടാക്കുന്നു. മീമുകളും ട്രോളുകളും പ്രചരിക്കുന്നു. ഹാഷ്ടാഗുകൾ വ്യാപകമാകുന്നു. മൂന്നാമത്തെ ഘട്ടം സ്ട്രീറ്റ് മൊബിലൈസേഷൻ ആണ്. ഡിസ്കോഡ് അടക്കമുള്ള എൻക്രിപ്റ്റഡ് ചാനലുകളിലൂടെ ഫ്ലാഷ് പ്രക്ഷോഭങ്ങൾ പ്രഖ്യാപിക്കുന്നു. ലൈവ് സ്ട്രീമിംഗ് വെബ്സൈറ്റുകളിലൂടെ പോലീസ് ആക്രമണങ്ങളും സർക്കാരിന്റെ നടപടികളും പ്രചരിപ്പിക്കുന്നു. അറസ്റ്റ് ചെയ്യാനോ ചർച്ചകൾ നടത്താനോ നോക്കിയാൽ ഭരണകൂടത്തിന് ഒരു നേതാവിനെയോ ഒരു സെൻട്രൽ ഫിഗറിനെയോ ഈ പ്രക്ഷോഭകാരികളിൽ നിന്ന് കിട്ടുന്നില്ല. ഡാർക്ക് വെബുകളിലൂടെ, ഓൺലൈൻ ഡെമോക്രാറ്റിക് വോട്ടിങ്ങുകളിലൂടെയാണ് തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. ഹാസ്യം നിറഞ്ഞ മീമുകൾ, പോപ്പ് കൾച്ചർ റെഫറൻസുകൾ എല്ലാം സെൻസർഷിപ്പുകളേക്കാൾ വേഗത്തിൽ പടരുകയാണ്. പട്ടാളത്തെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ നോക്കിയിട്ടും ഇന്റർനെറ്റ് നിരോധിച്ചിട്ടും ഒന്നുമേൽക്കാതെ സർക്കാരുകൾ പല രാജ്യങ്ങളിലും അടിയറവ് പറഞ്ഞിരിക്കുന്നു. ജൻസി വിപ്ലവങ്ങൾ ഏതു ലോകശക്തികൾക്കും മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ഡിജിറ്റൽ യുഗത്തിൽ രാഷ്ട്രീയ അധികാരം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നതിന് പുതിയ നിർവചനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും ശക്തിയുള്ള ആയുധം തോക്കുകളല്ലെന്ന്, ഒരു പടി കൂടി കടന്ന് വോട്ടുകളുമല്ലെന്ന്, അതൊരു സ്മാർട്ട് ഫോണും ഒരു മീമും ആൽഗോരിതങ്ങളുമൊക്കെയാണെന്ന് ഒരു തലമുറ കാണിച്ചു തരികയാണ്. പക്ഷേ ഇങ്ങനെയൊരു ഡിജിറ്റൽ ഡെമോക്രസിയുടെ ഉദയമാണോ ഈ രാജ്യങ്ങളിൽ നടന്നത് എന്നത് പരിശോധിക്കപ്പെടണം. അങ്ങനെയാണെങ്കിൽ ഭരണം അട്ടിമറിച്ച ശേഷം ഈ രാജ്യങ്ങളെ ആരാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്? ആൽഗരിതമിക് അനാർക്കി മൂലം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അരാജകത്വങ്ങളിലേക്കാണോ ഈ ട്രെൻഡ് നയിക്കുന്നത്?